തൃശ്ശൂർ പൂരത്തിന് മുമ്പേ വെടിക്കെട്ടുപുരയ്ക്ക് തീപിടിച്ചെന്ന് പറഞ്ഞ പോലെയായി ഈ കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലും ചുറ്റുവട്ടത്തുമായിട്ടൊക്കെ നടന്ന റെയ്ഡും അതിൻ്റെ പേരിൽ നടന്ന കോലാഹലങ്ങളും. യഥാർത്ഥത്തിൽ ഒന്ന് മൂത്ത് പഴുക്കുന്നതിന് മുമ്പ് പറിച്ചൊരവസ്ഥ. ശരിക്കും ഈ റെയ്ഡ് കൊണ്ടൊക്കെ എന്ത് ഫലമുണ്ടാകാൻ പോകുന്നു എന്നുള്ളത് വളരെ സംശയാസ്പദമാണ്. ഇ ഡി നടത്തിയ റെയ്ഡോ ഇ ഡിയുടെ കേസോ അന്തിമമായിട്ട് ഏതെങ്കിലും ആരെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തുമെന്നോ അല്ലെങ്കിൽ ശിക്ഷിക്കുമെന്നോ ഒന്നും സാമാന്യ ബുദ്ധിയുള്ളവർ കരുതുന്നില്ല. മാത്രമല്ല അതിന് മാത്രമുള്ള ഒരു തെളിവും ഇതുവരെ ഇ ഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ വന്നിട്ടുമില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. ഈ റെയ്ഡിനോടനുബന്ധിച്ച് നമ്മൾ കുറേ നാളുകളായിട്ട് അതിന് മുമ്പുമൊക്കെ കേട്ടിരുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നു, കരിമണൽ കർത്തായുടെ CMRL എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് കേൾക്കുന്നു, നികുതി വെട്ടിപ്പെന്ന് കേൾക്കുന്നു, ബ്ലാക്ക് മണി വെളുപ്പിക്കലെന്ന് കേൾക്കുന്നു. അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ ആകെ ഒരു ജഗബൊക്കെയാണ്. എന്താണ് ശരിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ആൾക്ക് കൃത്യമായ വ്യക്തതയൊന്നുമില്ല. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവിടെ അടിസ്ഥാനപരമായി സംഭവിച്ച കാര്യങ്ങളിൽ എൻ്റെ തുടക്കം 2014 വീണാ വിജയൻ എക്സാലോജിക് എന്നൊരു കമ്പനി ബാംഗ്ലൂർ കേന്ദ്രമായിട്ട് തുടങ്ങുന്നു. അതൊരു IT കമ്പനിയാണ്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ല. അതിനുശേഷം 2015 വീണാ വിജയൻ ഈ കമ്പനിക്ക് വേണ്ടിയോ അതോ മറ്റെന്തിനു വേണ്ടിയോ ആണെന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ട കാര്യമാണ്. കരിമണൽ കർത്തായുടെ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് കാശ് കടമെടുക്കുന്നു. 2015 25 ലക്ഷം രൂപ, 2016 വീണ്ടും ഒരു 25 ലക്ഷം രൂപ. ആദ്യത്തെ 25 ലക്ഷം രൂപ കടമെടുത്തു. അത് തിരിച്ചടയ്ക്കാതെയാണ് രണ്ടാമത് വീണ്ടും 25 ലക്ഷം രൂപ കൂടി കടമെടുത്തത്. പക്ഷേ ആ രണ്ടാമതെടുത്ത പണം അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത് വീണാ വിജയൻ ആ സമയത്ത് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലായി പോയി കാണും. ഒരുപക്ഷെ അവരുടെ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി പച്ചപിടിച്ച് കാണത്തില്ല. എന്തായാലും അവർ ആ പണം തിരിച്ചടച്ചിട്ടില്ല. പിന്നീട് കാണുന്ന എന്താണ്? പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ CMRL എന്ന് പറയുന്ന ഇതേ കർത്തായിക്ക്, ശശിധരൻ കർത്തായിക്ക് 36% നിക്ഷേപമുള്ള ഓഹരി പങ്കാളിത്തമുള്ള CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വീണാ വിജയൻ ഒരു കരാറുണ്ടാക്കുന്നു. നോക്കണം, ഈ CMRL എന്ന് പറയുന്ന സ്ഥാപനം വെറും ഒരു സ്വകാര്യ സ്ഥാപനമല്ല. ആ 36% ശശിധരൻ കർത്തായിക്ക് ഓഹരിയുള്ള ആ സ്ഥാപനത്തിൽ 13% ഓഹരി സംസ്ഥാന സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണെന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഈ സ്ഥാപനവും വീണാ വിജയനുമായിട്ടൊരു കരാറുണ്ടാക്കുന്നു. ആ കരാർ മറ്റൊന്നുമല്ല, അവിടെ ചില സർവീസുകൾ, അവിടുത്തെ IT-യുമായിട്ട് ബന്ധപ്പെട്ട ചില സർവീസുകൾ വീണാ വിജയൻ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ വീണാ വിജയന് മാസം തോറും 3 ലക്ഷം രൂപ, എക്സാലോജിക്കിന് വേറൊരു 3-4 ലക്ഷം രൂപ, അങ്ങനെ 2 വർഷം ശമ്പളം എന്ന പോലെ, ശമ്പളമല്ല ശരിക്കും കരാർ അടിസ്ഥാനത്തിലുള്ള തുക എന്ന പോലെ പലതവണയായിട്ട് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 2,78 ലക്ഷം രൂപ വീണാ വിജയൻ വാങ്ങിയെടുക്കുന്നു. അതിനുശേഷം വീണാ വിജയൻ്റെ സ്ഥാപനം പൂട്ടപ്പെടുന്നു. ഈ കരാറും അവസാനിക്കുന്നു. ഇതാണിപ്പോൾ ആദ്യം ഇൻകം ടാക്സും അതിനുശേഷം SFIOയും പിന്നീട് ED യുമൊക്കെ കണ്ടെത്തി ഇപ്പോൾ അന്വേഷണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ശശിധരൻ കർത്തായും CMRLുമാണ്. വീണാ വിജയൻ്റെ 2,78 ലക്ഷം രൂപയെക്കുറിച്ചുള്ള ആരോപണം അവർ ചെയ്യാത്ത ഒരു സർവീസിന് പണം വാങ്ങിയെന്നുള്ളതാണ്. അവർ ചെയ്യാത്ത സർവീസിന് പണം വാങ്ങിയെങ്കിൽ ആ പണം വാങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ വീണാ വിജയനല്ല. ആ ഉത്തരവാദിത്വം CMRLൻ്റെ ബോർഡിനാണ്. കാരണം ഒരാൾക്ക് ഒരു കരാർ നൽകുന്നു, ആ കരാർ നൽകിയ ആൾ ആ 2 വർഷം അതിൻ്റെ പ്രതിഫലം വാങ്ങുന്നു. പ്രതിഫലം വാങ്ങി എല്ലാം കഴിഞ്ഞ് പിന്നീട് പറയുകയാണ് ഞങ്ങളൊരു സേവനവും മേടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എന്തിനാണ് ആ പണം നൽകിയത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം. പക്ഷേ പണം മേടിച്ച ആൾ ഇതിനകത്ത് കുറ്റവാളിയാവുന്നില്ല. പണം മേടിച്ച ആൾ ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇതിനകത്ത് സംശയദൃഷ്ടിയിൽ വരുന്നത്. അത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ്. അപ്പോൾ ഈ 2,78 ലക്ഷം രൂപ എന്തിനു കൊടുത്തു എന്നുള്ളത് ആണ് ഇപ്പോൾ അടിസ്ഥാനപരമായ ചോദ്യം. അപ്പം നിങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് ശശിധരൻ കർത്തായുടെ ഉടമസ്ഥയിലുള്ള പവർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും വീണാ വിജയൻ
50 ലക്ഷം രൂപ കടമെടുക്കുന്നു. ആ കടം തിരിച്ചടയ്ക്കുന്നില്ല. അതങ്ങനെ നിലനിൽക്കെ തന്നെ ശശിധരൻ കർത്തായിക്ക് ഇത്രയും സ്വാധീനമുള്ള ശശിധരൻ കർത്തായുടെ നിയന്ത്രണത്തിലുള്ള എന്നാൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തവും കൂടിയുള്ള അർദ്ധ സർക്കാർ സ്ഥാപനമായ ഈ CMRൽ നിന്ന് ഒരു കരാറുണ്ടാക്കി വീണാ വിജയൻ 2 കോടി 18 ലക്ഷം രൂപ അവിടെ നിന്ന് 2 കോടി 78 ലക്ഷം രൂപ അവിടെ നിന്നും വാങ്ങുന്നു. ഇത് സർവീസ് ഒന്നും ചെയ്യുന്നുമില്ല. ഇനി ഇതിനപ്പുറത്തേക്ക് ഈ ശശിധരൻ കർത്ത കേരളത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കൾക്കും പലതവണയായിട്ട് പണം കൊടുത്തിട്ടുണ്ട്. 20 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, അങ്ങനെ പല ലെവലിൽ കാശ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ കാശ് കൊടുക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഈ ബ്ലാക്ക് മണി അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് മണിയുടെ വിഷയം വരുന്നത്. കാരണം ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ശശിധരൻ കർത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു കമ്പനിയിലൂടെ ഇതേ CMRലിൻ്റെ ആയിട്ട് കരാറുണ്ടാക്കി അവിടെ ഈ കരിമണൽ നീക്കുന്നതിന് ഒപ്പം അതിൻ്റെ ഭാഗമായ മണ്ണ് നീക്കാനെന്നുള്ള പേരിൽ ഏകദേശം 182 കോടി രൂപ വാങ്ങിച്ചെടുത്തിരിക്കുന്നു. അതിൻ്റെ ചെറിയൊരു ശതമാനം പോലും പണി നടന്നിട്ടില്ല. പക്ഷേ ഈ പണം കൈക്കലാക്കിയിരിക്കുന്നു. ഇങ്ങനെ വെറുതെ കിട്ടിയ പണമാണ് ഇപ്പോൾ പങ്കുവെച്ച് പലർക്കായിട്ട് കൊടുത്തുകൊണ്ടിരുന്നുള്ളതാണ് ഇപ്പോൾ SFIOയും EDയും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു തുക മാത്രമാണെന്ന് പറയാം. വേണമെങ്കിൽ ഈ 2 കോടി 72 ലക്ഷം രൂപയെന്ന് പറയുന്നത്. പക്ഷേ ആ തുക മേടിച്ച വീണാ വിജയൻ അല്ല യഥാർത്ഥ കുറ്റവാളി. ആ തുക കൊടുത്ത CMRലാണ് കുറ്റവാളി. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം നീളുമ്പോൾ ഈ വീണാ വിജയൻ പിണറായി വിജയൻ്റെ മകളാണ് എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ സ്വാധീനം ഈ പണം കൊടുത്തതിൽ ഉണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. പക്ഷേ അപ്പോഴും ഒരു കാര്യം ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ശരിക്കും ഇതിനകത്ത് വീണാ വിജയൻ ആകുന്നില്ല യഥാർത്ഥ പ്രതി. വീണാ വിജയൻ സർവീസ് ചെയ്യാതെ കാശ് കൊടുത്തെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വീണാ വിജയൻ അല്ലല്ലോ. ആ കരാറുണ്ടാക്കി ഈ പണം വീണാ വിജയന് കൊടുത്ത വ്യക്തികളാണ് ഉത്തരം പറയേണ്ടത്. വീണാ വിജയൻ മേടിച്ച കാശ് അനധികൃതമാണെങ്കിൽ വീണാ വിജയനിൽ നിന്ന് തിരിച്ചു പിടിക്കണം, അത് വേറെ കാര്യം. പക്ഷേ യഥാർത്ഥ പ്രതികൾ ആരാണ്? ആ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഈ പണം അനുവദിച്ചു കൊടുത്ത ആരാണ്? ഈ CMRL എന്ന് പറയുന്ന ബോർഡിലിരുന്നുകൊണ്ട് ആരാണ് ഈ കാശ് അനുവദിച്ചത്? അവിടെ CMRലിൽ ഈ പണം കൊടുക്കണമെങ്കിൽ ശശിധരൻ കർത്ത മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അവിടെ ഇരിക്കുന്ന ആ ബോർഡങ്ങൾ വിചാരിക്കണം. അവർ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അവിടെ ഓഹരി പങ്കാളിത്തമുള്ള KSIDC വിചാരിക്കണം. അപ്പോൾ KSIDC എങ്ങനെയാണ് വീണാ വിജയൻ ഇത്രയും പണം കൊടുക്കാൻ വേണ്ടി എങ്ങനെയാണ് KSIDC അറിഞ്ഞുകൊണ്ട് അനുമതി നൽകിയത്? എങ്ങനെയാണ് CMRലിൻ്റെ ബോർഡ് അറിഞ്ഞുകൊണ്ട് ഈ ചെയ്യാത്ത ജോലിക്ക് ഇത്രയും പണം നൽകിയത്? ഇതൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് ബേസിക്കായിട്ടുള്ള ഒരു ചോദ്യം, ഈ CMRL എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെ ഉണ്ടായി? ഈ CMRL എന്ന് പറയുന്ന സ്ഥാപനം ഇങ്ങനെ തഴച്ചു വളരാനായിട്ട് ആരാണ് ഉത്തരവാദി? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സർക്കാരുകളും ഉത്തരവാദിയാണ്. എന്തുകൊണ്ടാണ്? കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ് CMRL. നമുക്ക് ന്യായമായിട്ട് കേരളത്തിലെ ഓരോ പൗരനും ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ ഒട്ടേറെ ധാതു സമ്പത്തുണ്ട്. അതിലൊന്നാണ് ഈ CMRL ഖനനം ചെയ്യുന്ന കരിമണൽ എന്ന് പറയുന്ന സിന്തറ്റിക് റുട്ടൈൽ. അതുപോലെയുള്ള ധാതുക്കൾ കേരളത്തിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അതിൻ്റെ ഖനനം ഏൽപ്പിക്കുന്നത്? കോടിക്കണക്കിന് രൂപ എന്തിനാണ് അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ പണം സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാരിന് തന്നെ ഇപ്പം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉണ്ട്, ഇന്ത്യൻ റെയർ എർത്ത് ഉണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴി എന്തുകൊണ്ട് ഇതോട് ഖനനം ചെയ്തുകൂടാ? എന്തിനാണ് ഈ ശശിധരൻ കർത്തായിക്ക് പണം ഉണ്ടാക്കാനായിട്ട് വഴി കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം ഇത് ശശിധരൻ കർത്തായിക്ക് കൊടുത്താൽ മാത്രമേ പല വഴിക്കായിട്ട് ഈ പണം ഈ പാർട്ടി ഫണ്ടെന്നോ അല്ലെങ്കിൽ മകളുടെ വരുമാനത്തിനു വേണ്ടിയൊക്കെ ആയിട്ട് ഈ പണം തിരിച്ചു മേടിക്കാൻ പറ്റുകയുള്ളൂ. പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് ഈ പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് സംഭാവന മേടിക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കൈക്കൂലി മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശശിധരൻ കർത്തായെ പോലെ ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് അയാളുടെ മറവിൽ കേരളത്തിന് ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടച്ചിട്ട് ആ കൊള്ളയടിക്കുന്ന സമ്പത്തിൻ്റെ വിഹിതം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുകയല്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി VD സതീശനോട് പറയാനുള്ളത്, ശശിധരൻ കർത്തായുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളിതിനെ മോചിപ്പിക്കുക. കേരളത്തിലെ കരിമണലിനെ ശശിധരൻ കർത്തായുടെ സ്ഥാപനത്തിൽ നിന്ന് മോചിപ്പിക്കുക. ആ സ്ഥാപനം നിങ്ങൾ പിരിച്ചുവിടുക, അല്ല സ്ഥാപനം സർക്കാർ ഏറ്റെടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ധാതു സമ്പത്തുകൾ നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ഖനനം ചെയ്യട്ടെ, ആ പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരട്ടെ.